നമസ്കാരം. സ്പീഡ് ന്യൂസ്. കേരളത്തിലേത് ജനസൗഹൃദ എക്സൈസ് സേനയെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ്. അതിർത്തിയിലെ ലഹരിക്കടത്ത് തടയുന്നതിന് ആധുനിക സംവിധാനങ്ങൾ ഉറപ്പാക്കുമെന്നും മന്ത്രി. ചേലക്കര കുണ്ടാഴിയിൽ വിദ്യാർത്ഥികളുമായി വരികയായിരുന്ന സ്കൂൾ ബസ് കാനയിലേക്ക് ചെരിഞ്ഞു. ദുരന്തമൊഴിവായത് തലനാരിഴയ്ക്ക്. കുണ്ടാഴി സരസ്വതി വിലാസം UP സ്കൂളിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ചൂണ്ടൽ പുതുശ്ശേരിയിൽ കാറുകൾ കൂട്ടിയിടിച്ച് അപകടത്തിൽ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ അനിലിന് പരിക്കേറ്റു. എരുമപ്പെട്ടി കരിയന്നൂരിൽ ബൈക്കും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. കരിയന്നൂർ സ്വദേശി ചീനക്കൽ വളപ്പിൽ സതീഷിനാണ് പരിക്കേറ്റത്. തളിക്കുളം പുതുക്കുളങ്ങരയിൽ ഇരുനില വീട്ടിൽ തീപിടുത്തം. അറയ്ക്ക വീട്ടിൽ അബ്ദുള്ളയുടെ മുകൾ നിലയിലെ മുറിയും സിറ്റൌട്ടും കത്തി നശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം. അതിരപ്പള്ളി പുളിയിലപ്പാറയിൽ റോഡ് പണിക്കിടെ ഇതര സംസ്ഥാന തൊഴിലാളിയായ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. വെസ്റ്റ് ബംഗാളിലെ മുഷീദാബാദ് സ്വദേശി 21 വയസ്സുള്ള സിനരു ഇസ്ലാമാണ് മരിച്ചത്. ചലച്ചിത്ര പ്രേമികളുടെ നേതൃത്വത്തിൽ തൃശൂരിൽ സിനിമാ കോൺക്ലേവ് സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന കോൺക്ലേവിൽ തിരക്കഥാകൃത്തും സംവിധായകനുമായ ജിയോ ബേബി, മദൻ ബാബു, ശ്രുതി ശരണ്യം തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള CPO റാങ്ക് ഹോൾഡേഴ്സ് 2019 ബാച്ചിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ കളക്ടറേറ്റിന് മുന്നിൽ ഏകദിന ഉപവാസം സംഘടിപ്പിച്ചു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. ദേശീയ റോഡ് സുരക്ഷാ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസും വടക്കാഞ്ചേരി ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് കൂട്ടായ്മയും സംയുക്തമായി റോഡ് സുരക്ഷാ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ജോയിന്റ് RTO K അഫ്സൽ അലി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. അന്തരിച്ച കോൺഗ്രസ് നേതാവ് V ബലറാമിന്റെ 4ാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം ഗുരുവായൂരിൽ നടന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ വിമല കോളേജിൽ സ്പോർട്സ് ഡേ സംഘടിപ്പിച്ചു. പോലീസ് അക്കാദമി സൂപ്രണ്ട് PM മുഹമ്മദ് ആരിഫ് മുഖ്യാതിഥിയായി. തൃശൂർ വെസ്റ്റ് ഉപജില്ലാ കായികമേളയിൽ പുറനാട്ടുകര ശ്രീ രാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരം LP സ്കൂൾ LP കിഡീസ് പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി. 60ഓളം സ്കൂളുകളിൽ നിന്നായി 650ഓളം കുട്ടികൾ കായികമേളയിൽ പങ്കെടുത്തു. CPM-ന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സംയോജിത കൃഷിയുടെ ജില്ലാതല ഉദ്ഘാടനം കയ്പമംഗലം കാളമുറിയിൽ നടന്നു. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര പഞ്ചായത്ത് കരിമത്രയിൽ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം സേവർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു. ശ്രീരാഘവപുരം സഭായോഗത്തിന്റെ പരമോന്നത പുരസ്കാരമായ ശ്രോത്രിയ രത്നം ബഹുമതി യജുർവേദ പണ്ഡിതൻ പന്തൽ വൈദികൻ ദാമോദരൻ നമ്പൂതിരിക്ക് പുരസ്കാര സമർപ്പണം ഈ മാസം 26-ന് തൃശൂരിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. കോട്ടപ്പുറം നിയുക്ത ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിലിന്റെ മെത്രാഭിഷേക ചടങ്ങ് നാളെ നടക്കും. ഉച്ചതിരിഞ്ഞ് 3-ന് നടക്കുന്ന മെത്രാഭിഷേക ചടങ്ങുകൾക്ക് വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ മുഖ്യ കാർമ്മികനാകും. നെല്ലുവായി മുല്ലക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണിവേല ആഘോഷിച്ചു. ദണ്ഡായുധപാണി കടങ്ങോട് കണ്ണൻ കാവടി സംഘത്തിനും കരിയന്നൂർ ബ്രദേഴ്സ് നാദസ്വരത്തിനും നേതൃത്വം നൽകി. ഏനാമഹൽ പരിശുദ്ധ കർമ്മല മാതാവിൻ ദേവാലയത്തിലെ തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ജെയ്സൺ തെക്കുമുറം കൊടിയേറ്റം നിർവഹിച്ചു. 24, 25, 26, 27 തീയതികളിലാണ് തിരുനാൾ. ചിറ്റട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ വാർഷികം TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായിരുന്നു. ചേർപ്പ് സെന്റ് ആന്റണീസ് പള്ളിയിലെ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ ചേർപ്പ് സബ് ഇൻസ്പെക്ടർ S ശ്രീലാൽ നിർവഹിച്ചു. ഊരകം ALP സ്കൂൾ വാർഷികാഘോഷം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് അധ്യക്ഷയായിരുന്നു. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ സംഗമത്തിൽ സിവിൽ സർവീസ് സെമിനാർ നടന്നു. സെമിനാർ AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞിരശ്ശേരി ഗാന്ധി മെമ്മോറിയൽ LP സ്കൂളിൽ റോബോട്ടിക് ഷോ സംഘടിപ്പിച്ചു. രാഹുൽ P ബാലചന്ദ്രൻ ക്ലാസ് എടുത്തു. മുള്ളൂർക്കര സെന്റ് ആന്റണീസ് പള്ളിയിലെ തിരുനാൾ ആഘോഷിച്ചു. ഫാദർ ബെന്നി കിടങ്ങൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പുന്നയൂർക്കുളം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ വിതരണോദ്ഘാടനം നിർവഹിച്ചു.
വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് ദിനാചരണത്തോടനുബന്ധിച്ച് പാലിയേറ്റീവ് സന്ദേശ റാലിയും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. സന്ദേശ റാലി എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ ഇ സുഷമ ഫ്ളാഗ് ഓഫ് ചെയ്തു. പോർക്കുളം പഞ്ചായത്തിലെ 6-ാം വാർഡ് കൊങ്ങണൂരിലെ ഉരുവന്നൂർ മന കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു. AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന തിമിര നിർണയ ക്യാമ്പ് ഞായറാഴ്ച കൊടകര GLP സ്കൂളിൽ നടക്കും. 147ാമത്തെ ക്യാമ്പാണ് നടക്കുന്നത്. ജില്ലാ ബാഡ്മിന്റൺ ലീഗ് ഞായറാഴ്ച ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് അക്വാട്ടിക് ഷട്ടിൽ അക്കാദമിയിൽ നടക്കും. 4 ഫ്രാഞ്ചൈസികളിലായി പ്രശസ്തരായ 48 പേർ ലീഗ് മത്സരങ്ങളിൽ പങ്കെടുക്കും. കർഷക തൊഴിലാളി സംഘടനയായ BKMUവിന്റെ നേതൃത്വത്തിൽ വെങ്കിടങ്ങ് വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPI മണലൂർ മണ്ഡലം സെക്രട്ടറി VR മനോജ് ധർണ ഉദ്ഘാടനം ചെയ്തു. പുങ്കുന്നത്ത് കണ്ടെയ്നർ ലോറി നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിച്ച് കാനയിലേക്ക് മറഞ്ഞു. ലോറിയിൽ കുടുങ്ങിയ 2 പേരെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. ആലുവ സ്വദേശി സജീവൻ, തുറപ്പുഴ സ്വദേശി രഞ്ജു രമേശ് എന്നിവരെയാണ് രക്ഷപ്പെടുത്തിയത്. തുമ്പൂർ സർവീസ് ബാങ്കിനെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും കെട്ടിച്ചമച്ചതുമാണെന്ന് ബാങ്ക് പ്രസിഡന്റ് ജോണി കാച്ചപ്പള്ളി. CPM കോൺഗ്രസിലെ ചില ഗ്രൂപ്പ് താൽപര്യമാണ് ആരോപണത്തിന് പിന്നിലെന്നും ജോണി കാച്ചപ്പള്ളി. DYFI സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായി എരുമപ്പെട്ടി മേഖലാ കമ്മിറ്റി മങ്ങാട് തോട്ടുപാലം സെന്ററിൽ സ്ഥാപിച്ച ബോർഡ് സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചതായി പരാതി. ബോർഡ് നശിപ്പിച്ച സാമൂഹ്യവിരുദ്ധർക്കെതിരെ നടപടിയെടുക്കണമെന്ന് DYFI എരുമപ്പെട്ടി മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കേരള ദളിത് ഫ്രണ്ട് ജേക്കബ് ഗ്രൂപ്പ് സംസ്ഥാന സമ്മേളനം തിങ്കളാഴ്ച തൃശൂരിൽ നടക്കും. സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന സമ്മേളനം കേരള കോൺഗ്രസ് ജേക്കബ് പാർട്ടി ലീഡർ അനൂപ് ജേക്കബ് MLA ഉദ്ഘാടനം ചെയ്യും. മറ്റത്തൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ശാസ്താംപൂവം ആദിവാസി കോളനിയെ അംബേദ്കർ സെറ്റിൽമെന്റ് പദ്ധതി നടപ്പിലാക്കുന്നതിന് തെരഞ്ഞെടുത്തതായി KK രാമചന്ദ്രൻ MLA. ഇത് സംബന്ധിച്ച് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഉത്തരവ് ലഭിച്ചതായും MLA. മായന്നൂർ ഒറ്റപ്പാലം പാലത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് സ്നേഹസംഗമം നടത്തും. തിങ്കളാഴ്ച വൈകിട്ട് ഭാരതപ്പുഴയോരത്ത് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. KPSTA പാവറട്ടി മേഖലാ സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം TU ജെയ്സൺ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് അഭിലാഷ് ജോണി അധ്യക്ഷനായിരുന്നു. കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചെസ് ടൂർണമെന്റിൽ മറ്റത്തൂർ പഞ്ചായത്തിലെ മികച്ച കളിക്കാരനായി തിരഞ്ഞെടുത്ത ജോൺ മാത്യുവിന് ട്രോഫിയും ക്യാഷ് അവാർഡും സമ്മാനിച്ചു. മാധ്യമപ്രവർത്തകൻ K പ്രസാദ് ട്രോഫി സമ്മാനിച്ചു. തൃശൂരിൽ കോൺഗ്രസും BJPയും തമ്മിലാണ് മത്സരമെന്ന TN പ്രതാപൻ MP യുടെ പ്രസ്താവന നിരുത്തരവാദപരമെന്ന് റവന്യൂ മന്ത്രി K രാജൻ. കോൺഗ്രസും BJPയും തമ്മിലുള്ള മത്സരം 2ാം സ്ഥാനത്തിന് വേണ്ടിയുള്ളതാണെന്നും മന്ത്രി. തൃശൂർ ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 8.5 കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ഹയർ സെക്കൻഡറി ബ്ലോക്കിന്റെയും ഓഡിറ്റോറിയത്തിന്റെയും ഉദ്ഘാടനം നടന്നു. റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. പീഡനക്കേസിൽ പ്രതിക്ക് 22 വർഷം കഠിന തടവും 1,10,10,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കണ്ടാണശ്ശേരി ചൊവ്വല്ലൂർ വലിയകത്ത് വീട്ടിൽ സദക്കിനെയാണ് കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി S ലിഷ ശിക്ഷിച്ചത്. ജില്ലാ കാർഷിക സർവകലാശാലയും ഭാരതീയ കാർഷിക ഗവേഷണ കൗൺസിലും സംയുക്തമായി വനിതാ കാർഷിക സംരംഭക മേഖലാ സമ്മേളനം സംഘടിപ്പിക്കും. ശനി ഞായർ ദിവസങ്ങളിൽ കാർഷിക സർവകലാശാല ആസ്ഥാനത്ത് നടക്കുന്ന സമ്മേളനം കേന്ദ്രമന്ത്രി ശോഭ കരാദ്ലജെ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് സ്കൂൾ കവാടത്തിന്റെയും സ്റ്റേജ് ഉൾപ്പെടെയുള്ള നവീകരണ പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനം റവന്യൂ മന്ത്രി K രാജൻ നിർവഹിച്ചു. മേയർ MK വർഗീസ് അധ്യക്ഷനായിരുന്നു. കടങ്ങോട് പഞ്ചായത്ത് പാൽ സംഭരണ വിതരണ യൂണിറ്റിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് മീന സാജൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. സഹോദയ സ്കൂൾ കിഡ് ഫെസ്റ്റ് പാറമേക്കാവ് വിദ്യാമന്ദിറിൽ നടന്നു. ജില്ലയിലെ 75 CBSE വിദ്യാലയങ്ങളിൽ നിന്നുള്ള KG മുതൽ 2ാം ക്ലാസ് വരെയുള്ള 3250 കുട്ടികൾ ഫെസ്റ്റിൽ പങ്കെടുത്തു. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന കരിയന്നൂർ മങ്ങാട്ടിഞ്ഞാലിൽ വാസുദേവന്റെ ഭാര്യ സുമയ്ക്ക് വടക്കാഞ്ചേരി സംഘം ഗ്ലോബൽ കമ്മിറ്റി ധനസഹായം നൽകി. സുമയ്ക്ക് കരൾ മാറ്റിവെക്കുന്നതിന് 50 ലക്ഷത്തിലധികം രൂപയാണ് ചിലവ് വരിക. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുഴക്കാട്ടുകോണം സാകേതം സ്നേഹസദനം സന്ദർശിച്ചു. വിദ്യാർത്ഥികൾ ശേഖരിച്ച നിത്യോപയോഗ സാധനങ്ങളും വസ്ത്രങ്ങളും സാകേതം ഭാരവാഹികൾക്ക് കൈമാറി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.